നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താ സന്ധ്യയിലേക്ക് വിശദമായി. അമേരിക്കയുടെ ചുങ്കപ്രഹരത്തിന് വഴങ്ങില്ലെന്ന് വ്യക്തമാക്കി ഇന്ത്യ. രാജ്യ താൽപര്യം സംരക്ഷിക്കാൻ എന്ത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാറെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഈ മാസം അവസാനം ഇന്ത്യയിലെത്തും. അതിനിടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കുറച്ച് ഇന്ത്യൻ വിപണിയെ ലക്ഷ്യമിടാൻ വസ്ത്രനിർമ്മാതാക്കളായ കിറ്റെക്സ് തീരുമാനിച്ചു. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ചുങ്കപ്രഹരത്തിൽ ഇന്ത്യ വീഴില്ല. നിലപാട് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി. व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी, लेकिन मैं इसके लिए तैयार हूं. मेरे देश के किसानों के लिए, मेरे देश के मछुआरों के लिए, मेरे देश के पशुपालकों के लिए आज भारत तैयार है. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുന്ന കാര്യം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് അറിയിച്ചത്. 7 വർഷത്തിനു ശേഷം നരേന്ദ്രമോദി ചൈന സന്ദർശനത്തിനും ഒരുങ്ങുകയാണ്. അതിനിടെ അമേരിക്കയിലേക്ക് കുട്ടികളുടെ വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ മുൻനിരയിലുള്ള കിറ്റെക്സ് ചുങ്കപ്രഹരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിപണിയിലേക്ക് ലിറ്റിൽ സ്റ്റാർ വസ്ത്രങ്ങൾ എത്തിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയിലെ മാർക്കറ്റ് മാത്രം എടുത്താൽ തന്നെ ഇന്ത്യക്ക് നിലനിൽക്കാനായിട്ടുള്ള സാഹചര്യം ഒന്നുണ്ട്. UK-യിലേക്കുള്ള എക്സ്പോർട്ടിന് 0% ഡ്യൂട്ടിയിലാണ് ഇപ്പോഴത്തെ ട്രേഡ് അഗ്രിമെൻറ്റ് വന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു ഭാഗം UK-യിലേക്ക് മാറാനായിട്ടുള്ള സാഹചര്യമുണ്ട്. ട്രംപിന്റെ നിലപാടിനെ പ്രതിപക്ഷവും ചോദ്യം ചെയ്തു. ലോക്സഭയിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ന്യൂസ് ഡെസ്ക് 24. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഇലക്ഷൻ കമ്മീഷൻ അട്ടിമറിക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയാണ് BJP വിജയിച്ചത് എന്നാണ് ആരോപണം. 5 രീതിയിൽ ക്രമക്കേട് നടത്തി BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷണം നടത്തിയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. രാഹുൽ ഗാന്ധി വിമർശിച്ച് BJP രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഏറെ നാളായി ഏറ്റുമുട്ടലിലായിരുന്ന രാഹുൽ പൊട്ടിച്ച ബോംബാണ് വോട്ടർ പട്ടിക അട്ടിമറി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJPയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയെന്ന് രാഹുൽ. Duplicate voters, one voter appearing multiple times on the voter list, fake and invalid addresses, 1 लाख फेक वोटर एक असेंबली में. पॉइंट ये नहीं है कि BJP जीत रही है, कांग्रेस हार रही है. पॉइंट है कि here there is clear proof, 100% proof. മഹാരാഷ്ട്രയിൽ 40 ലക്ഷം ദുരൂഹ വോട്ടർമാരുണ്ടായിരുന്നു. 5 മണി കഴിഞ്ഞപ്പോൾ പോളിംഗ് പലയിടത്തും അസാധാരണമായി കുതിച്ചുയർന്നു. രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നശിപ്പിച്ചെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. EVM വിവരങ്ങൾ പുറത്തുവിടാത്തത് കള്ളം പൊളിയുമെന്ന പേടികൊണ്ടെന്നും രാഹുൽ പറഞ്ഞു. നാളെ കർണാടകയിൽ കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. കോൺഗ്രസ് ജയിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ ആരോപണമില്ലല്ലോ എന്ന് BJPയുടെ ചോദ്യം. 24 ഡൽഹി. അശ്ലീല ചിത്രത്തിലൂടെ പണം സമ്പാദിച്ചെന്ന നടി ശ്വേതാ മേനോന് എതിരായ കേസിലെ തുടർ നടപടികൾക്ക് സ്റ്റേ. ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കി. ചലച്ചിത്ര സംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉയർന്ന പരാതിക്കും കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണവും ശക്തമാണ്. തെളിവില്ലാതെയും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളിലെ അന്വേഷണ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. തുടർ നടപടികൾ സ്റ്റേ ചെയ്ത ഹൈക്കോടതി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും റിപ്പോർട്ട് തേടി. ഈ മാസം 15-ന് അമ്മയിൽ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ശ്വേതാ മേനോനെതിരെ പരാതിയും കേസും. ഇതിൽ ദുരൂഹതയുണ്ടെന്നാണ് ആക്ഷേപം. എനിക്കത് ഭയങ്കര കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത് ഭയങ്കര അനാവശ്യകാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇത്തരത്തിൽ വന്നിട്ട് ഒരു അഭിനേതാവിനെ കരിവേരി തേക്കാനായിട്ട് വരുന്ന ഇത്തരം ആൾക്കാർക്കെതിരെ എന്ത് നടപടിയെടുക്കും എന്നുള്ളത് ഈ ഫിലിം പോളിസിയിൽ ശരിക്കും വരേണ്ടതാണത്. പരാതിക്ക് പിന്നിൽ സംഘടനയിലെ ആരുമില്ലെന്ന് ശ്വേതാ മേനോന്റെ എതിർ സ്ഥാനാർത്ഥി ദേവൻ. ഒരു കാര്യം ഞാൻ വളരെ സ്പഷ്ടമായിട്ട് പറയാം. ശ്വേതാ മേനോനെ കരുവാക്കിക്കൊണ്ട് അമ്മയെ തകർക്കാൻ ശ്രമിച്ചാൽ അമ്മ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കും. അതിന് സംശയമൊന്നും വേണ്ട. ആരോപണങ്ങളിൽ പരിശോധന നടത്തുമെന്നാണ് പോലീസ് വിശദീകരണം. ശ്വേതാ മേനോനെതിരായ കേസിലെ പരാതിക്കാരൻ മാർട്ടിൻ മേനാച്ചേരിക്കെതിരെ സിനിമാ നിരൂപകനായ സുധീഷ് പാറയിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 24 കൊച്ചി. നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. നിലവിലെ ജനറൽ സെക്രട്ടറി B രാകേഷും സജി നന്ദ്യാട്ടുമാണ് പ്രസിഡന്റ് സ്ഥാനത്തിനായി മത്സരിക്കുന്നത്. 20-അംഗ ഭാരവാഹി സ്ഥാനത്തേക്കായി 39 പേർ മത്സര രംഗത്തുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നൽകിയ പത്രിക തള്ളിയതിൽ സാന്ദ്ര തോമസ് നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയിലാണ്. ഈ മാസം 14-നാണ് തിരഞ്ഞെടുപ്പ്.
കൊച്ചി വടക്കേക്കോട്ട മെട്രോ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടി യുവാവ് മരിച്ചു. തിരൂരങ്ങാടി സ്വദേശി നിസാറാണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ യുവാവിനെ അഗ്നിരക്ഷാസേന ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:30യോടെയാണ് തിരൂരങ്ങാടി സ്വദേശി നിസാർ വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിലെത്തിയത്. ടിക്കറ്റ് എടുത്ത ഇയാൾ ആലുവ ഭാഗത്തേക്കുള്ള പ്ലാറ്റ്ഫോമിലെത്തി. സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് നിസാർ ട്രാക്കിന്റെ സുരക്ഷാ ഭിത്തിയിലേക്ക് ഓടിക്കയറി. ആളുകൾ പുറകെ ഓടിയെത്തിയപ്പോൾ ട്രാക്കിലേക്ക് ചാടുമെന്നായിരുന്നു ഭീഷണി. ഇതോടെ ട്രാക്കിലൂടെയുള്ള വൈദ്യുതി ബന്ധം ഓഫാക്കി. പിന്നാലെ ഇയാൾ സുരക്ഷാ വേലിയിലേക്ക് കയറി റോഡിലേക്ക് ചാടുമെന്ന് ഭീഷണിപ്പെടുത്തി. പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി. അനുനയ ശ്രമങ്ങൾ നടക്കുന്നതിനിടെ നിസാർ താഴേക്കു ചാടുകയായിരുന്നു. നമ്മൾ വന്നപ്പോഴത്തേക്ക് കൂടെ ആളെ മേളിൽ നിൽക്കുമായിരുന്നു. പുള്ളി എന്തോ പറയുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതോറും പുള്ളി കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വല വിരിച്ചു. വല കിട്ടാനായിട്ട് മാക്സിമം അടുക്കും തോറും വല കിട്ടാണ്ടിരിക്കാനായിട്ട് പുള്ളി കുതിറി ഓടിയിട്ട് ചാടി വീണ് കാലുകുത്തിയതിനു ശേഷം തല അടിച്ചത്. യുവാവിന് മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞു. 24 കൊച്ചി. 24 ബിഗ് ബ്രേക്കിംഗ്. അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടായിട്ടില്ലെന്ന കായികമന്ത്രി വി അബ്ദുറഹിമാന്റെ വാദം പൊളിയുന്നു. മന്ത്രിയുടെ സ്പെയിൻ സന്ദർശനത്തിന് മാത്രം ചെലവായത് 13 ലക്ഷത്തിലധികം രൂപയാണ്. ഇത് തെളിയിക്കുന്ന വിവരാവകാശ രേഖ 24 പുറത്തുവിട്ടു. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകളെല്ലാം നോക്കുന്നത് സ്പോൺസർ എന്നും സർക്കാരിന് നഷ്ടമില്ലെന്നുമായിരുന്നു കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ നിലപാട്. എന്നാൽ മിഷൻ മെസ്സിയുമായി ബന്ധപ്പെട്ട സർക്കാരിനും നഷ്ടമുണ്ടായെന്നാണ് വിവരാവകാശ രേഖ തെളിയിക്കുന്നത്. 2024 സെപ്റ്റംബറിലായിരുന്നു അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ചർച്ചയ്ക്കെന്ന പേരിൽ മന്ത്രിയുടെയും കായിക വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും സ്പെയിൻ സന്ദർശനം. ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നെന്നും ഉടൻ AFA പ്രതിനിധികൾ കേരളത്തിലെത്തുമെന്നും മന്ത്രി തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ AFA ആസ്ഥാനമുള്ള ബ്യൂണസ് അയേഴ്സിൽ പോകുന്നതിന് പകരം എന്തിന് മന്ത്രി സ്പെയിനിൽ പോയെന്നും ആരുമായിട്ടാണ് ചർച്ചകൾ നടത്തിയെന്നതിന്റെ വിശദാംശങ്ങൾ ഇല്ലെന്നുമെന്ന ചോദ്യങ്ങൾ അന്ന് തന്നെ ഉയർന്നിരുന്നു. ഇങ്ങനെ ദുരൂഹതകൾ ഏറെ ബാക്കിയാക്കിയ സ്പെയിൻ യാത്രയ്ക്ക് 13,04,434 രൂപ സർക്കാരിന് ചെലവായെന്നാണ് കായിക വകുപ്പ് തന്നെ സമ്മതിക്കുന്നത്. കായിക വികസന നിധിയിൽ നിന്നാണ് ഈ പണം അനുവദിച്ചതെന്നും രേഖയിലുണ്ട്. 13 ലക്ഷം സർക്കാർ നഷ്ടങ്ങളുടെ നീണ്ട ലിസ്റ്റിലെ ആദ്യത്തേതു മാത്രമെന്നും വിമർശനങ്ങളുണ്ട്. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക്, 24. കോട്ടയം ഏറ്റുമാനൂർ ജൈനമ്മ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകി. ചേർത്തലയിലെ തിരോധാന കേസുകളിൽ സംശയനിഴലുള്ളതിനാൽ വിശദമായ ചോദ്യം ചെയ്യലിനാണ് സെബാസ്റ്റ്യനെ 6 ദിവസത്തേക്ക് കൂടി ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടത്. അതേസമയം ബിന്ദു തിരോധാനത്തിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് കാണാതായ ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺ പറഞ്ഞു. 7 ദിവസത്തെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചതോടെയാണ് സെബാസ്റ്റ്യനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കിയത്. കൂടുതൽ ചോദ്യം ചെയ്യലിന് കസ്റ്റഡിയിൽ വേണമെന്ന ക്രൈംബ്രാഞ്ച് ആവശ്യം ഏറ്റുമാനൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചു. വൈദ്യസഹായം ലഭിക്കുന്നുണ്ടെന്നും പോലീസ് ഉപദ്രവിച്ചിട്ടില്ലെന്നും സെബാസ്റ്റ്യൻ കോടതിയിൽ പറഞ്ഞു. അഭിഭാഷകനെ നിയമിക്കാൻ കുടുംബത്തെ ബന്ധപ്പെടാൻ അനുവദിക്കണമെന്നും സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. ഇത് കോടതി അംഗീകരിച്ചു. കുറ്റസമ്മതം നടത്തുന്നില്ലെങ്കിലും സെബാസ്റ്റ്യനെതിരെ വ്യക്തമായ തെളിവുകളുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. സെബാസ്റ്റ്യന്റെ ഭാര്യയെ ഇന്നും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ആദ്യമൊന്നും പ്രതികരിക്കാതിരുന്ന സെബാസ്റ്റ്യൻ ഇപ്പോൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അതേസമയം ബിന്ദു തിരോധാന കേസിൽ സെബാസ്റ്റ്യന് വ്യക്തമായ പങ്കുണ്ടെന്ന് ബിന്ദുവിന്റെ സഹോദരൻ പറഞ്ഞു. ആദ്യ ഭാഗങ്ങളിലുള്ള അന്വേഷണത്തിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, അത്ര കാര്യമായിട്ട് നടന്നില്ല. ആ പരാതിക്ക് FIR ഇടാൻ ചില സമയമെടുത്തു. ആ അന്വേഷണത്തിന് ഇച്ചിരി ലേറ്റ് വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശരിയാണ്. സെബാസ്റ്റ്യനുമായിട്ട് വസ്തുവിടപാടോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അറിഞ്ഞു. ഈ വസ്തു മറിച്ചു വിറ്റത് വേറെ ലേഡി വെച്ച് മറിച്ചു വിറ്റത് അറിഞ്ഞു. അതതിനകത്ത് നമ്മൾ പറയുന്നു. സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നു. ബിന്ദുവിന്റെ സഹോദരന്റെ രക്തസാമ്പിളുകൾ വീണ്ടും DNA പരിശോധനയ്ക്കായി ശേഖരിച്ചു. ആദ്യ ചോദ്യം ചെയ്യലിൽ സെബാസ്റ്റ്യൻ നിഷേധിച്ച പല കാര്യങ്ങളിലും തെളിവുകൾ നിരത്തി വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം കൂടുതൽ സാക്ഷിമൊഴികളും തെളിവുകളും കണ്ടെത്തണം. എന്തായാലും ജൈനമ്മ തിരോധാന കേസിൽ ഈ 7 ദിവസം കൊണ്ട് നിർണായക നീക്കങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ഔദ്യോഗിക വസതിയിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് തിരിച്ചടി. ഇംപീച്ച് ചെയ്യാനുള്ള നീക്കത്തിന് എതിരായ യശ്വന്ത് വർമ്മയുടെ ഹർജി സുപ്രീം കോടതി തള്ളി. ഇതോടെ യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടികളുമായി കേന്ദ്രത്തിന് മുന്നോട്ടു പോകാം.
കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി തള്ളിയത്. അന്വേഷണ സമിതിയുടെ രൂപീകരണവും സമിതി പിന്തുടർന്ന നടപടിക്രമങ്ങളും നിയമവിരുദ്ധമല്ലെന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ ബെഞ്ച് നിരീക്ഷിച്ചു. പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് നൽകിയ റിപ്പോർട്ട് ഭരണഘടനാ വിരുദ്ധമല്ലെന്നും ഉത്തരവിൽ പറഞ്ഞു. ഹർജിക്കാരന്റെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടിട്ടില്ലെന്നും സമിതിയുടെ അന്വേഷണം സമാന്തര നിയമ സംവിധാനമല്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. എന്നാൽ ഫോട്ടോകളും വീഡിയോകളും അപ്ലോഡ് ചെയ്തതിൽ സുപ്രീംകോടതി വിയോജിപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ആ സമയത്ത് യാതൊരു എതിർപ്പും ഉയർന്നിരുന്നില്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ഇതോടെയാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ആവശ്യം സുപ്രീംകോടതി പൂർണ്ണമായി തള്ളിയത്. കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോഴും കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനം ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ഉണ്ടായി. യശ്വന്ത് വർമ്മയുടെ പ്രവർത്തികൾ ആത്മവിശ്വാസം നൽകുന്നില്ല എന്നായിരുന്നു വിമർശനം. ഹർജി കോടതി തള്ളിയതോടെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികളുമായി കേന്ദ്രത്തിന് മുന്നോട്ടു പോകാൻ കഴിയും. 24 ഡൽഹി. KPCC പുനഃസംഘടനയിൽ അന്തിമ തീരുമാനമായില്ല. DCC അധ്യക്ഷന്മാരെ നിശ്ചയിക്കുന്നതിൽ സമവായത്തിലെത്താൻ നേതാക്കൾക്ക് കഴിഞ്ഞില്ല. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചർച്ച നടത്തി. സമവായത്തിലേക്കൊക്കെ എത്തിയോ? പട്ടിക തയ്യാറായി എത്തിക്കൊണ്ടിരിക്കുന്നു. അഭിപ്രായമുള്ള പാർട്ടിക്കകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. എംപിമാരുടെ താല്പര്യമല്ല, പാർട്ടി താല്പര്യം. എംപിമാർക്ക് ആർക്കും വ്യക്തിപരമായ ഒരു താല്പര്യം. 21 പേരടങ്ങുന്ന ജംബോ കോർ കമ്മിറ്റി പ്രഖ്യാപിച്ച് സംസ്ഥാന BJP. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവർ കോർ കമ്മിറ്റിയിലുണ്ട്. രാജ്യസഭാംഗം C സദാനന്ദനെയും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. KS രാധാകൃഷ്ണൻ, R ശ്രീലേഖ, ഡോക്ടർ അബ്ദുൽ സലാം എന്നീ ഉപാധ്യക്ഷന്മാരെ ഉൾപ്പെടുത്തിയില്ല. കർണാടക ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം പുരോഗമിക്കവേ സംഘർഷമുണ്ടാക്കിയ ഒരു വിഭാഗം മുൻപ് കൊല്ലപ്പെട്ട സൗജന്യയുടെ ബന്ധുവിന്റെ വാഹനം തകർത്തു. മാധ്യമപ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചു. ധർമ്മസ്ഥലയിൽ ഇന്ന് മണ്ണ് നീക്കിയുള്ള പരിശോധന നടന്നില്ല. ൽ കൊല്ലപ്പെട്ട സൗജന്യയുടെ വീടിന് സമീപം നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്ത യൂട്യൂബറെ മർദ്ദിച്ചതോടെയാണ് സംഘർഷത്തിന്റെ തുടക്കം. ധർമ്മസ്ഥലയിൽ നിന്നും പരിസര പ്രദേശത്തു നിന്നും നിരവധി പേർ സംഘടിച്ചെത്തി മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചു. ക്യാമറ ഉൾപ്പെടെ നശിപ്പിച്ചു. ഇവർ പരാതി നൽകാൻ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലെത്തിയതോടെ ഈ സംഘം സ്റ്റേഷന് മുന്നിലെത്തി. സാരമായി പരിക്കേറ്റ 6 മാധ്യമപ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ അവിടേക്ക് വന്നു. പിന്നീട് ചേരി തിരിഞ്ഞ് പോർവിളി. ഇതിനിടെ കൊല്ലപ്പെട്ട സൗജന്യയുടെ ബന്ധുവിന്റെ വാഹനം ഒരു വിഭാഗം അടിച്ചു തകർത്തു. മംഗളൂരുവിൽ നിന്ന് വൻ പോലീസ് സംഘം ധർമ്മസ്ഥലയിലെത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. വെസ്റ്റ് സോൺ IGയും ദക്ഷിണ കന്നഡ SPയും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് SITക്ക് മുന്നിൽ ഹാജരായത്. റോഡിനോട് ചേർന്ന 13ാം സ്പോട്ടിലെ പരിശോധന എങ്ങനെ വേണമെന്നതിൽ തീരുമാനമായിട്ടില്ല. 24 ധർമ്മസ്ഥല. സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ രജിസ്ട്രാർ ഓഫീസുകൾ വിജിലൻസിന്റെ പരിശോധന എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്ന പേരിൽ പരിശോധനയാണ്. അനധികൃത പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ രജിസ്ട്രാർ ഓഫീസുകളിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് എന്നാണ് കൊച്ചി ബ്യൂറോ അറിയിക്കുന്നത്. സ്ഥിരം വൈസ് ചാൻസലർ നിയമനം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങളുമായി സാങ്കേതിക സർവകലാശാലയിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് വലയം ഭേദിച്ച് VCയുടെ ചേംബറിന് മുന്നിൽ SFI പ്രവർത്തകർ പ്രതിഷേധിച്ചു. സർവകലാശാലയിലെ സാമ്പത്തിക പ്രതിസന്ധി ഗുരുതരമായി തുടരുകയാണ്. സ്ഥിരം VC നിയമനം, ഇയർബാക്ക് സംവിധാനം ഒഴിവാക്കൽ, സെമസ്റ്റർ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു SFI പ്രതിഷേധം. സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞെങ്കിലും ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ സർവകലാശാല ഗേറ്റുകൾ തള്ളി തുറന്നു. അകത്തേക്ക് ഇരച്ചു കയറി. സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്, പ്രസിഡന്റ് M ശിവപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ VC K ശിവപ്രസാദിന്റെ ചേംബറിന് മുന്നിലെത്തി. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ 13ാം തീയതി വൈസ് ചാൻസലറുമായി ചർച്ച നടത്താമെന്ന ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. ശിവപ്രസാദിനെ ഇവിടെ സമൻ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക്
ഈ KTUവിന്റെ താൽക്കാലിക VCയെ കാണണമെന്നാണ് ഈ വരുന്ന 13-ാം തീയതി ഉച്ചക്ക് 2 മണിക്ക് SFIയുടെ പ്രതിനിധികൾ ഈ പറഞ്ഞ ശിവപ്രസാദിനെ KTUവിന്റെ ആസ്ഥാനത്ത് വെച്ച് നേർക്കുനേർ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ബജറ്റ് പോലും പാസാക്കാൻ കഴിയാത്തതിനാൽ കടുത്ത പ്രതിസന്ധിയിലാണ് നിലവിൽ സാങ്കേതിക സർവകലാശാല. ഫിനാൻസ് കമ്മിറ്റി കോറം തികയാതെ പിരിഞ്ഞതിനാൽ 13-ന് VC സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ആകാനുള്ള പ്രായപരിധി ഉയർത്തി. ഇന്നലെ മന്ത്രിസഭ അംഗീകരിച്ച ഓർഡിനൻസിലാണ് VC ആകാനുള്ള പ്രായപരിധി 65 വയസ്സാക്കി ഉയർത്തിയത്. VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ ഘടന സർക്കാരിന് മേധാവിത്വം ലഭിക്കുന്ന തരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള അന്തിമ വിജ്ഞാപനം പുറത്തിറക്കി. നാമനിർദ്ദേശ പത്രിക ഈ മാസം 21 വരെ സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന 22-നാണ്. TP കേസ് പ്രതിയെ കുടിസുനിയെ ജയിൽ മാറ്റണമെന്ന അപേക്ഷ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തവനൂരിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ജയിൽ വകുപ്പ് തലശ്ശേരി സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി. കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഭർത്തൃവീട്ടിൽ യുവതി മരിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്. മകളെ കൊലപ്പെടുത്തിയതാണെന്ന് ജിസ്നയുടെ കുടുംബം. ജിസ്നയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസിന്. മലപ്പുറം തിരൂരങ്ങാടിയിൽ 12-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. പിടിയിലായത് അസം സ്വദേശി ഐനൽ അലി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഈ വർഷം തന്നെ നടക്കുമെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. AIFFന്റെ ഭരണഘടനാ കേസിൽ ഉടൻ വിധിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും വിധി വന്നാൽ ഉടൻ സംഘാടകരായ FDSL-മായി കരാറിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ കഴിയുമെന്നും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. തൃശൂർ ചേലക്കര ആറ്റൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ വാഴക്കൊമ്പനെ മൈക്ക് വെടിവെച്ച് പിടികൂടണമെന്നാവശ്യം. മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പടയപ്പ വ്യാപക നാശനഷ്ടങ്ങൾ വരുത്തി. കോതമംഗലത്തിന് സമീപം കുട്ടൻപുഴയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. മലപ്പുറം മണ്ണാർമലയിൽ വീണ്ടും പുലിയിറങ്ങി. പലതവണ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടും വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ. കൊല്ലം തെന്മലയിലും ജനവാസ മേഖലയിൽ പുലി. ദുരന്തഭൂമിയായ ധരാലിയിൽ രക്ഷാപ്രവർത്തനത്തിന് പ്രധാന തടസ്സമായ ഗംഗോത്രി ദേശീയപാതയിലെ ലിംഗഡിൽ ബെയിലി പാലത്തിന്റെ നിർമ്മാണമുടൻ. നിർമ്മാണ സാമഗ്രികൾ പ്രദേശത്ത് എത്തിച്ചു. ലിംഗഡിൽ നിന്ന് 24 വാർത്താ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഗംഗോത്രി ദേശീയപാതയിലുള്ള ലിംചാഗഡിലെ പാലം തകർന്നതാണ് രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും വലിയ തടസ്സമായി മാറിയത്. കാരണം ഈ പാലം മുറിച്ചു കടന്നാൽ മാത്രമേ രക്ഷാപ്രവർത്തകർക്കും രക്ഷാസാമഗ്രികൾക്കും ഈ ദുരന്ത മേഖലയിലേക്ക് എത്തിക്കാൻ കഴിയൂ. ഇപ്പോൾ ഇവിടെ ഈ പ്രദേശമെല്ലാം തന്നെ വൃത്തിയാക്കിക്കൊണ്ട് ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇവിടെയെല്ലാം തന്നെ വലിയ കല്ലുകളും മറ്റും കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. നേരത്തെ കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽ ഈ പാലം തകർന്നു പോവുകയും ഇവിടെയെല്ലാം അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കപ്പെടുകയുമായിരുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കും. മലയാളികളായ BRO ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തി വേലിപ്പാലത്തിലേക്ക് എത്തി. എങ്ങനെയാണ് ഇപ്പോൾ എത്ര സമയം കൊണ്ട് പൂർത്തിയാക്കാം? അല്ല, ഇപ്പോൾ തന്നെ രാത്രി തന്നെ എൻ്റെ പരിപാടി തുടങ്ങാനാണ് തീരുമാനം. എത്ര സമയം എന്ന് കണക്കാക്കും? നാളെ വൈകുന്നേരത്തിനുള്ളിൽ പണി തീർക്കുമെന്നാണ്. ഇനി ഇതിന്റെ മുകളിൽ വേറെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഇതിൻ്റെ മുകളിൽ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് റോഡ് ഫുള്ള് പോയിരിക്കും. 150 മീറ്ററോളം റോഡെല്ലാം പോയിരിക്കും. അപ്പോൾ അതെല്ലാം ഇനിയും ഫില്ലായി എല്ലാം റെഡിയായി വരണം. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ അതും ചെയ്യും. ഏറ്റവും വലിയൊരു തടസ്സം ഇത് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ പരിഹരിക്കപ്പെടും. ഏറ്റവും വലിയൊരു തടസ്സമായി ഒരു വെല്ലുവിളിയായി മാറിയത് ഈ ഒരു പാലം തന്നെയായിരുന്നു. 40 അംഗ സംഘമാണ് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക. അതിനാവശ്യമായ തൊഴിലാളികൾ അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ വരെ രക്ഷാപ്രവർത്തനം എത്തിച്ചേർന്നിരിക്കുന്നു, അല്ലെങ്കിൽ റോഡ് നിർമ്മാണം എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി മണിക്കൂറുകൾക്കകം തന്നെ ഈ പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കും. നാളെ വൈകിട്ടോടെ തന്നെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് BRO പങ്കുവയ്ക്കുന്നത്. ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ.